ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസറിൻ്റെ പേര് പോലെ തന്നെ, അതായത് നമുക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നിരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എൻ്റെ സ്കിന്നിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഹെൽത്തി റേഡിയൻസ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ക്ലെൻസസ് അവേ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇംപ്യൂരിറ്റീസും അതോടൊപ്പം തന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിൻസൊക്കെ നല്ലോണം റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജെൻറ്റിൽ ക്ലെൻസറാണ്. ഈ ഒരു സെറ്റഫിൽ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റ് വരെ സജസ്റ്റ് ചെയ്യുന്നതാണ്, അതും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും. അപ്പോൾ ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെത് ഓയിലി സ്കിന്നാണ്. എന്താണെങ്കിലും എൻ്റെ സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വാഷിൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ കിട്ടും. ഇപ്പം അറൗണ്ട് ഒരു 2.5 വീക്കായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും അമേസിങ് റിസൾട്ടാണ് കേട്ടോ. ഒന്ന് വാഷ് ഓഫ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടിയപ്പോൾ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടരെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിയാസിനമൈഡൊക്കെ ഇൻക്ലൂഡ് ആണ്. നമ്മുടെ സ്കിൻ ബാരിയേഴ്സൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ്ങും അതേപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ലോണം മിനിമൈസ് ചെയ്യാനും അതിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ജെൻറ്റിൽ ക്ലെൻസറാണ്. നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചറാണ്, വൈറ്റ് കളേർഡാണ്, ഹൈപ്പോ അലർജിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് പേടിക്കാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ ക്ലിനിക്കലി പ്രൂവൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഒന്നുമില്ല, അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജെൻറ്റിലായിട്ടുള്ള ബ്രൈറ്റ് ടെക്നോളജി ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ക്ലെൻസസ് അവേ ഇംപ്യൂരിറ്റീസ് ഫ്രം ദ സ്കിൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇംപ്യൂരിറ്റീസ് നല്ലോണം ക്ലെൻസസ് അവേ ചെയ്യുന്നത്. പിന്നെ നോൺ കോമഡോജനിക് ആണ്. അതെനിക്ക് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയൊരു കാര്യം. ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്ന പോലത്തെ തന്നെ സെയിം ആപ്ലിക്കേഷനാണ് ഈ ഒരു ക്ലെൻസറിനുള്ളത്. മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മസാജ് ജെൻറ്റിലി ആയിട്ട് മസാജ് ചെയ്യാണ് നമ്മുടെ ഫേസിൽ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കൈ ക്ലീൻ ആയിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഫേസ് നല്ല രീതിക്ക് വെറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഈ ഒരു ക്ലെൻസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ജെൻറ്റിലി മസാജ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലേതറൊക്കെ ഫോം ചെയ്യുന്ന കാണാൻ പറ്റും നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നല്ലോണം വാഷ് ഓഫൊക്കെ ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ഒരു തുണി വെച്ചൊന്നും നമ്മൾ മാക്സിമം നമ്മുടെ ഫേസിൽ, അതായത് നമ്മൾ ഒപ്പിയെടുക്കാണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എയർ ഡ്രൈ തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, സെറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ, ദെൻ മറക്കാണ്ട് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ശരിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. സെറ്റഫിലിൻ്റെ നമ്മുടെ ഈ ഒരു ബ്രൈറ്റ് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ കൂടിയാണ്. അപ്പോൾ ആ ഒരു പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് 100% ഗ്യാരൻറ്റീഡ് ആണ്. ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായി കേട്ടോ, അറൗണ്ട് ഒരു 2 വീക്സിന് മേലെയായി ഈ ഒരു ക്ലെൻസർ തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്രൈറ്റനിങ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് എക്സാക്ട്ലി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനത്തെ സ്കിൻ ടൈപ്സ്, അതായത് സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്കിൻ ടൈപ്സ് അല്ല കേട്ടോ. അതായത് റേഡിയൻ്റ് ആയിട്ടുള്ള ലൂമിനസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു നിയാസിനമൈഡിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. ഇനി അടുത്തത് പാക്കേജ് നോക്കുകയാണെങ്കിൽ 100 gram ഓഫ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 700 സംതിങ്
ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കിപ്പോൾ ആമസോണിലും നൈക്കയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 560 രൂപയ്ക്കാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ചെറിയ തോതിൽ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 100 ഗ്രാം പ്രൊഡക്റ്റ് ആണെന്ന് വെച്ച് നിങ്ങൾ പെട്ടെന്ന് തീരുമെന്നൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറേ നാൾ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലെൻസർ നോർമലി ഡേ ആൻഡ് നൈറ്റ് മോർണിംഗും ഈവനിങ്ങും നമ്മൾ 2 പ്രാവശ്യമല്ലേ ഒരു ഡെയിലി വെച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ അധികം തീരുമൊന്നുമില്ല. പിന്നെ കുറച്ച് എടുത്താൽ മതി, ഓവറായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചെടുത്താൽ തന്നെ നല്ല ലെതർ ഫോം ആവുന്നുണ്ട്. ക്രീമി ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഒരുപാട് പ്രൊഡക്ട്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ മുഖത്തിന് വേണ്ട ഒരു നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കൈ നല്ലോണം ക്ലീൻ ആയിരിക്കണം. അതിന് ശേഷം വേണം നമ്മൾ ക്ലെൻസർ ഞാനിപ്പം നോർമലി കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ചിലരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ നോർമലി ജസ്റ്റ് ക്ലെൻസർ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഓൾറെഡി വെറ്റ് ചെയ്തിട്ടുണ്ടാവും ഫേസ്. അതിനുശേഷം ജെന്റലി മസാജ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്വേർഡായിട്ട്. ഒരുപാട് നേരമൊന്നും നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നാക്കരുത് കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒക്കെ മാക്സിമം 1 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ നമ്മൾ വാഷ് ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് എക്സാക്റ്റ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെയാണ്. പിന്നെ ഓവറായിട്ട് നമ്മൾ ക്ലെൻസർ ഒരു 3-4 പ്രാവശ്യമൊന്നും ഡെയിലി ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ നമ്മുടെ pHൻ്റെ ബാലൻസ് ഒക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസ്റ്റർബ് ആക്കും. സോ അത് നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് 100 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ്. പ്രൈസ് പറഞ്ഞു. ഷെൽഫ് ലൈഫ് 2024 to 2027 കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കോഷനിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട എപ്പോഴും ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊന്നും വെക്കരുത്. നമ്മൾ കീപ്പ് അവേ ഫ്രം ചില്ലൻ. പിന്നെ റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഫ്രാഗ്രൻസ് ഹൈപ്പോ അലർജിക് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, ഫോഴ്സ് ഓൺ സെൻസിറ്റീവ് സ്കിന്നിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ pH ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയാം. സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണ്. നമുക്ക് ആ ഒരു pH ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ധൈര്യത്തോടു കൂടി വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഫസ്റ്റിൽ നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമല്ലോ. അപ്പം ഇത്രയും നല്ലൊരു ഫേസ് ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫേസിനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്രൈറ്റ്നസ് തരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആവും. പിന്നെ നോൺ കോമഡോജനിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് വാഷിൽ തന്നെ റേഡിയൻ്റ് ആയിട്ടുള്ള, അതായത് നല്ല രീതിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റേഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലെൻസർ കൂടെയാണ്. ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഭയങ്കര സ്കിൻ ഡ്രൈ ആവും. പക്ഷേ ഇത് നോൺ ഡ്രൈയിങ് ആയിട്ടുള്ള ഫോമുലയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്കിൻ വളരെ ബ്യൂട്ടിഫുൾ, ക്ലീൻ ആൻഡ് ക്ലിയർ ആകും. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്ട്സിൻ്റെ ഗുണങ്ങളൊക്കെ കൊണ്ടിട്ടാണ്. നിയാസിനാമൈഡ് എന്നൊക്കെ പറയുന്നത് എവറിഡേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നോർമലി നമുക്കറിയാം നിയാസിനാമൈഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അത് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അതേപോലത്തെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു ഫേസ് വാഷിൽ നിന്ന്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും നഷ്ടമില്ല. ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് സെറ്റഫിലിൻ്റെ വേറൊരു ക്ലെൻസർ, അതായത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജെന്റിൽ ക്ലെൻസർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ക്ലെൻസർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യം കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലെൻസർ ആണെന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതോടൊപ്പം തന്നെ ഇവരുടെ മോയ്സ്ചറൈസറും ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്താൽ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു കാരണവശാലും നമുക്ക് നഷ്ടമായി എന്നൊരു തോന്നലില്ല കേട്ടോ. നഷ്ടമായി എന്നുള്ള തോന്നലേ ഇല്ല, അത് തന്നെ പറയാം. അപ്പോൾ ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.